എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രം കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ചർച്ചയാകുമ്പോൾ ചരിത്രത്തിലെ വിസ്മൃതിയിലാക്കിപ്പോയ പല നിർഭാഗ്യ സംഭവങ്ങളും തൽക്കാലത്തേക്കെങ്കിലും തലപൊക്കിയിരിക്കുകയാണ്. അതിലൊന്ന് 2002 ഗുജറാത്ത് കലാപത്തിന് തുടക്കം കുറിച്ച സബർമതി എക്സ്പ്രസിനെ തീവെച്ച സംഭവമാണ്. എമ്പുരാൻ സിനിമ ആരംഭിക്കുന്നത് തന്നെ ഈ സംഭവം പരാമർശിക്കുന്നിടത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും ആരോപണങ്ങൾ നേരിടുന്ന വിഷയമാണ് ഗോത്ര കലാപവും അതിനെ തുടർന്നുണ്ടായ രാജ്യം ഒരിക്കലും മറക്കാത്ത ഗുജറാത്ത് വംശീയ കലാപവുമെല്ലാം. കോടതികളെല്ലാം കുറ്റവിമുക്തരാക്കിയെങ്കിൽ പോലും മോദിയും അമിത്ഷായും എല്ലാം 2 പതിറ്റാണ്ടിനിപ്പുറവും ഗുജറാത്തിൽ നടന്ന മുസ്ലിം വംശഹത്യയുടെ ആരോപണങ്ങൾ നേരിടുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ എമ്പുരാൻ വീണ്ടും ആ തീ ആളിക്കത്തിക്കുകയാണ്. ഗോത്ര ട്രെയിൻ തീവെപ്പും ഗുജറാത്ത് കലാപവും സംഘപരിവാർ രാഷ്ട്രീയത്തിനെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഹിന്ദുത്വ പരിവാർ അണികളെയും നേതാക്കളെയും വിരളി പിടിപ്പിക്കുന്നതും അവർ സിനിമ ബഹിഷ്കരിക്കുന്നതിനും പൃഥ്വിരാജ്, മോഹൻലാൽ എന്നിവർക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്തുന്നതിനും കാരണം എന്നും കാണാം. 2002 ഫെബ്രുവരി 7 രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഗോത്ര സംഭവം അരങ്ങേറുന്നത്. ഗോത്ര സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് എത്തിയത് നിശ്ചയിക്കപ്പെട്ട സമയത്തിലും വളരെ വൈകിയായിരുന്നു. എത്തിക്കഴിഞ്ഞ അധികം വൈകാതെ അതിന്റെ SR കോച്ചിന് തീ പിടിച്ചു. അയോധ്യയിൽ നിന്നും മടങ്ങുന്ന 59 ഹിന്ദു തീർത്ഥാടകരായിരുന്നു ആ തീപിടുത്തത്തിൽ വെന്തു മരിച്ചത്. ഈ ദാരുണ സംഭവത്തിന് പിന്നിൽ അന്ന് പറഞ്ഞു കേട്ടത് പ്രധാനമായും 2 ആരോപണങ്ങളാണ്. ഒന്നാമത്തേത് അക്കാലത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും സംസ്ഥാന പോലീസും മുന്നോട്ട് വെച്ചതാണ്. കരുതിക്കുട്ടി തയ്യാറാക്കിയ ഗൂഢാലോചന പ്രകാരം നടന്ന കൂട്ടക്കൊല എന്നായിരുന്നു അതിന്റെ അടിസ്ഥാനം. ഈ ഗൂഢാലോചന സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് മുസ്ലിങ്ങളായിരുന്നു ഇത് ചെയ്തത് എന്നാണ്. ഒരു സംഘം മുസ്ലിങ്ങൾ കൂടിയാലോചിച്ച് പെട്രോളും മറ്റ് വസ്തുക്കളും തലേ രാത്രിയിലെ കരുതി വെച്ച് തീവണ്ടി വരുമ്പോൾ ആക്രമണം നടത്തുകയായിരുന്നു എന്ന് പോലീസ് അടിയുറച്ചു പറയുന്നുണ്ട്. പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ അപ്പോഴുണ്ടായിരുന്ന വ്യാഖ്യാനത്തെ തള്ളിക്കൊണ്ട് ഇത്തരമൊരു ഗൂഢാലോചനയാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തീവണ്ടിയിലുണ്ടായിരുന്ന കർസേവകർ തെമ്മാടികളായിരുന്നു എന്നും അവർ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മുസ്ലിം കച്ചവടക്കാരോട് ശണ്ഠ കൂടുകയും സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കമെന്നായിരുന്നു രണ്ടാമത്തെ ആഖ്യാനം പറയുന്നത്. സ്റ്റേഷനിലെ ഈ ബഹളത്തെ തുടർന്ന് തീവണ്ടി വിട്ടതോടെ മുസ്ലിങ്ങൾ ആ കമ്പാർട്ട്മെന്റിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. തീവണ്ടി സ്റ്റേഷൻ വിട്ട ഉടനെ ആരോ അപായച്ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തി. അതോടെ കല്ലേറ് തുടർന്നു. തിങ്ങി നിറഞ്ഞിരുന്ന SR കമ്പാർട്ട്മെന്റിൽ കല്ലേറുണ്ടാക്കിയ ബഹളത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ഏതോ വസ്തു തട്ടിമറിയുകയും ആ തീ ആളിപ്പടരാൻ കാരണമായി എന്നുമാണ് പറയുന്നത്. ഈ ആഖ്യാനത്തെ പിന്തുടരുന്നവരുടെ പ്രധാന വാദം ജനാലകളും വാതിലുകളും അടച്ചിരുന്ന SR കോച്ചിലേക്ക് ആർക്കും പ്രവേശിക്കാനോ തീ കൊളുത്തുവാനോ സാധിക്കില്ലായിരുന്നുവെന്നും പിന്നെ എങ്ങനെ കമ്പാർട്ട്മെന്റിനുള്ളിൽ തീ പടർന്നു എന്നുമാണ്. ഈ സംഭവം അന്ന് ഉച്ചയ്ക്ക് പാർലമെന്റിനെ സംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഗോത്ര സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും തുടങ്ങിയ വസ്തുതകളെ സസൂക്ഷ്മം അന്വേഷിച്ചറിയും. പക്ഷെ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് അകത്തുനിന്നുമുള്ള മുദ്രാവാക്യം വിളികളായിരുന്നു തീവണ്ടി നിർത്താൻ കാരണമായത് എന്നും തുടർന്ന് സംഘർഷമുണ്ടായി എന്നുമാണ്. ഗുജറാത്ത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഗോത്ര ജില്ലാ കളക്ടർ ജയന്തി രവി ഇത് മുൻകൂട്ടി പദ്ധതിയിട്ട് തയ്യാറാക്കിയ ഒന്നല്ല, യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്നും അറിയിച്ചതായിട്ടും പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ദുരന്തത്തിന് പിന്നാലെ ഗുജറാത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ ചില അംഗങ്ങളും ഗോത്രയിലെത്തിയ ശേഷം ഈ ആഖ്യാനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും നിലപാടുകൾ പെട്ടെന്ന് തന്നെ മാറ്റുകയായിരുന്നു. അഞ്ചരയുടെ നഗരത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കെ സിഗ്നൽ ഫാലിയ പ്രദേശത്ത് മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 40 അനധികൃത കടകൾ പൊളിച്ചു മാറ്റി. പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പങ്ക് ഈ സംഭവത്തിലുണ്ടെന്നും സംശയിക്കുന്നതായിട്ടും നരേന്ദ്രമോദി 7:30 ചാനലുകളിലൂടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മുൻകൂട്ടി തയ്യാറാക്കിയ മനുഷ്യത്വ വിരുദ്ധമായ ഭീകരാക്രമണം എന്ന ഈ സംഭവത്തെ സംസ്ഥാന സർക്കാർ തന്നെ വിശേഷിപ്പിച്ചു. യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നതിന് മുൻപുള്ള അനവസരത്തിലായിരുന്നു പ്രസ്താവനയായിരുന്നു അത്. പിന്നീടാണ് ലോകം മുഴുവൻ ചർച്ചയായ ഗുജറാത്ത് കലാപത്തിന് വഴിമരുന്നിട്ട സംഭവം എന്നും കാണാം.